കൊല്ലം വാടിക്കടപ്പുറത്തുനിന്ന് ദിലീപ് ദേവസിയുണ്ട്. ദിലീപ്, നമ്മളെപ്പോഴും ചെല്ലാനമൊക്കെ പറയുന്നത് പോലെ തന്നെ വാടിക്കടപ്പുറം ഓരോ മഴക്കാലത്തും നമ്മൾ പോയി പരിശോധിക്കാറുണ്ട് എന്താണ് അവിടുത്തെ സ്ഥിതി എന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇന്നിപ്പോൾ കടൽക്ഷോഭമൊക്കെ രൂക്ഷമാകുമ്പോൾ അവിടുത്തുകാരുടെ ഒരു അവസ്ഥ എന്താണ്? വിനീത, കൊല്ലത്ത് കടൽക്ഷോഭമോ അല്ലെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസമോ ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം തന്നെ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് മഴ പല സ്ഥലങ്ങളിലും കനത്തപ്പോൾ കൊല്ലം ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. കിഴക്കൻ മേഖലകളിൽ ഇടവിട്ട മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. പക്ഷേ എവിടെയും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ നിൽക്കുന്നത് വാടിക്കടപ്പുറത്ത്. എൻ്റെ പിന്നിൽ കാണുന്നതെല്ലാം തന്നെ ഇവിടെ നിർത്തിയിട്ട വള്ളങ്ങൾ, മത്സ്യബന്ധന വള്ളങ്ങളാണ്. കടലിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ഒരു മുന്നറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് നിർത്തിയിട്ട വള്ളങ്ങളാണ്. കൂടാതെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും പകുതിയിലേറെ വെള്ളങ്ങളും കടലിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നത് കൊല്ലത്തേക്ക് ഇനി ഒരു ശക്തമായ കടൽക്ഷോഭവും ശക്തമായ കള്ളക്കടൽ പ്രതിഭാസവും എത്തണമെങ്കിൽ മഴ ഒന്ന് കനക്കേണ്ടതുണ്ട്. ഇതുവരെയും അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത മുണ്ടക്കൽ കടപ്പുറത്തും താന്നിയിലടക്കം ഉള്ളത് വലിയ അഴീക്കൽ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസവും അതുപോലെ വേലിയേറ്റവും ഉയർന്ന തിരമാലയെല്ലാം തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലെല്ലാം തന്നെ മഴ വളരെ കുറവാണ് കൊല്ലത്ത് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ശക്തമായ മഴ അത് കൊട്ടാരക്കര, പുനലൂർ, കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. വിനീത, ശരി, അതാണ് കൊല്ലത്തെ ഒരു സാഹചര്യം. ഏതായാലും തീരമേഖലയിൽ അതീവ ജാഗ്രത തുടരുക തന്നെയാണ് മലയോര മേഖലയിലും എന്നതാണ്. മഴ കനക്കുമ്പോൾ, കടലാക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ എന്താണ് സാഹചര്യം എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക്